ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ അപ്പൂസ് എണീറ്റ് വന്നു കേട്ടോ. അപ്പം അപ്പൂസ് എണീറ്റ് വന്നപ്പോൾ ഞാൻ കുറച്ച് നേരം ഞാൻ നടത്തുകൊണ്ട് നിൽക്കണേ, അല്ലെങ്കിൽ ഞാൻ അതിനോട് ചേരം കിടക്കണം. അപ്പം ഞാൻ സോപ്പ് ഇട്ടൊക്കെ നടത്തുന്നതാണ് ഒരു ഉമ്മയെ കൊടുത്തിട്ട്. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുണ്ട്, ചോറ് കറി ഉണ്ടാക്കാനുണ്ട്. രാവിലെ പുട്ടും കടലക്കറിയാണ് കേട്ടോ. പിന്നെ ചോറ് ഞാൻ മിക്കപ്പോഴും കുക്കറിൽ ഉണ്ടാക്കാറേ. അപ്പോൾ ഈ കുക്കറിൽ ഞാൻ ഒരു 2 വിസിലടിക്കും കേട്ടോ. എന്നിട്ട് ഏറെ പോയിട്ട് എടുക്കുകയോ ചെയ്യുന്നത്. ചിലപ്പം തലേന്ന് റൈസ് കുക്കറിലാക്കി വെച്ചേക്കും. അപ്പോൾ ചേട്ടയ്ക്ക് രാവിലെ നേരത്തെ ഡ്യൂട്ടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ തലേന്ന് റൈസ് കുക്കർ വെക്കും കേട്ടോ. അല്ലെങ്കിൽ മിക്കപ്പോഴും രാവിലെ ഇപ്പം കുക്കറിലാണ് വെക്കുന്നത്. എളുപ്പമുണ്ട്, ഗ്യാസ് ലാഭമാണല്ലോ. റൈസ് കുക്കറാണെങ്കിൽ ഗ്യാസ് ലാഭം, ഇതാണെങ്കിൽ ഗ്യാസ് ലാഭം. അപ്പോൾ സമയത്തിനും ഇതൊക്കെ അനുസരിച്ചിട്ട് അങ്ങോട്ട് മാറ്റിയൊക്കെ വെക്കും കേട്ടോ. എന്നിട്ട് കാപ്പിയെ കുടിച്ചിട്ട് എനിക്ക് ഒന്ന് പല്ല് കാണിക്കാൻ ഹോസ്പിറ്റലിൽ പോകാനുണ്ടേ. അപ്പോൾ വീണ്ടും ഫില്ലിയമ്മിന് പോവുകയാണേ. അപ്പം ഹോസ്പിറ്റലിൽ പോയിട്ടാണെങ്കിൽ കുറച്ച് നേരം ഒരു 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചു പോകുന്നതാണ്. ഡോക്ടറിനെ കണ്ടിറങ്ങിയപ്പോൾ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റാഫിലെയും ഒക്കെ കണ്ടു, സ്നേഹമൊക്കെ പുതുക്കി ശേഷമൊക്കെ പറഞ്ഞു. പിന്നെ തിരിച്ച് ബസ് തന്നെ പോണത്. ഇങ്ങോട്ടേക്ക് ചേട്ടയെ കൊണ്ടാക്കി. അപ്പോൾ ചേട്ടയ്ക്ക് ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് ലീവ് എടുത്തിരുന്നതാണ്. തിരിച്ച് ഞാൻ ബസ്സിന് പോകേണ്ട ഒരു 10 രൂപ കേട്ടോ വീട്ടിലേക്ക്. അത്ര അടുത്താണ് കേട്ടോ. ഈ വണ്ടി ഹോസ്പിറ്റലിൻ്റെ ഗേറ്റിനടുന്ന് ഹോസ്പിറ്റലിലേക്കും പിന്നെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഗേറ്റിൻ്റെ അവിടെ വരേക്കും ആൾക്കാർ കൊണ്ടുപോകാനും വരാനൊക്കെ വേണ്ടിയിട്ട് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ അതേ വീട്ടിലെത്തി. വീട്ടിൽ മോര് കറി വെച്ചതും മുട്ട പൊരിച്ചതും ഉണക്കമീൻ വറുത്തതും അതിലേക്ക് വെള്ളക്കാന്തരി വറുത്തിട്ടതും ഒക്കെയാണ്. എന്നിട്ട് വൈകിട്ട് അപ്പൂസിനെ ഹോമിയോ ഡോക്ടറെ കാണിക്കാൻ പോകണമായിരുന്നേ. അപ്പൂസിനെയും അമ്മൂസിനെയും കാണിക്കണത് ഹോമിയോ ഡോക്ടറാണ് കേട്ടോ. നല്ലൊരു ഡോക്ടറാണ്. അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഡോക്ടറിനെ കണ്ടു. തിരിച്ച് വന്ന വഴിക്ക് ഞങ്ങൾ കപ്പളിലേക്ക് കയറി കേട്ടോ. കപ്പളിൽ നമ്മുടെ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ കപ്പളയാണ്. നമുക്ക് നല്ല എല്ലാവരും വിശ്വസിക്കും, ജാതി മത ഭേദമന്യേ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കപ്പള, ഒരു പുണ്യാളത്തെയാണ് കേട്ടോ. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പം വിശുദ്ധ കൊച്ചു ത്രേസ്യ എന്ന് പറയുന്നത് പൂക്കളെ ഏറെ ഇഷ്ടപ്പെടുന്നൊരു പുണ്യാളത്തെയാണല്ലോ. അപ്പോൾ വീട്ടിൽ നിന്നായി 2 റോസപ്പൂ കൊണ്ടുവച്ചിട്ടുണ്ട് അവിടെ. കാണിച്ചേ. അങ്ങനെ വീട്ടിൽ വന്നിട്ട് രാത്രിയിൽ ഞാൻ കബോർഡൊക്കെ ഒന്ന് ഒതുക്കിയപ്പം ഞാൻ അതിനകത്ത് ഇരുന്ന സാധനങ്ങളെല്ലാം ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ടിരുന്നതാണ്. അപ്പോൾ അവനിതെല്ലാം കണ്ടുപിടിച്ച് കേട്ടോ. അപ്പോൾ അവൻ സ്വയം ഒന്ന് മേക്കപ്പ് ചെയ്യുവാണ് കേട്ടോ. അവനറിയാം ബ്രഷ് ഇങ്ങനെ മുഖത്ത് തേക്കണയൊക്കെയാണെന്ന്. അപ്പോൾ മുഖത്ത് അവൻ സ്വന്തമായിട്ടും തേക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും തേച്ച് തരുന്നുണ്ട് കേട്ടോ. പൗഡർ എടുത്തിട്ട് കുറച്ച് പൗഡറും എനിക്ക് കിട്ടുമെന്നായിരുന്നു കേട്ടോ. ചില സമയത്ത് വികൃതിയാണ്, ചില സമയത്ത് ആൾ പാവമാണ് കേട്ടോ. സൈലൻ്റ് ആയിട്ടെന്നുള്ളൂ. ഇപ്പോൾ കഴിക്കാനൊക്കെ ഇത്തിരി മടിയാണ് കേട്ടോ. ചോറ് കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ആൾ ക്ഷീണിച്ചു പോയ കേട്ടോ. എൻ്റെ അമ്മൂസും കുഞ്ഞിലെ കുട്ടിക്കുറുമ്പിയായിരുന്നേ. അപ്പോൾ അവളുടെ കുഞ്ഞിലുള്ള വീഡിയോകളൊക്കെ ഇപ്പോഴും എൻ്റെ ഫോണിൽ കിടപ്പുണ്ടേ. അപ്പോൾ ആ വീഡിയോക്ക് ഇപ്പോൾ അഭിമോള് കാണുമ്പോൾ അവയ്ക്ക് ചിരി വരും കേട്ടോ. കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കവറുകളൊക്കെ അവിടെ തുപ്പിക്കിട്ടേക്കുന്ന കാണുന്നത്. ഇവർ കാണിക്കുന്ന ഓരോ കുട്ടിക്കുറുമ്പുകളും ഓരോ കാര്യങ്ങളും ഞാൻ വീഡിയോ എടുത്ത് വെക്കുവേ. അതൊക്കെ നമുക്ക് പിന്നെയാണെങ്കിലും നമുക്ക് ഇവർ വലുതാകുമ്പോൾ ഇവരെയൊക്കെ കാണിക്കാമല്ലോ, നമുക്ക് കണ്ട് രസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം വീഡിയോ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.